ഇത് എന്റെ ഷ്രിമ്പ് കറി, ആരുടെയും കോപ്പി അടിച്ചതല്ല. ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, പുളി, കറിവേപ്പില, പിന്നെ ഷ്രിമ്പ്, ടൊമാറ്റോ സോസ്. തുടങ്ങിക്കളയാം. അലക്സ് ഷ്രിമ്പ് കറി. എണ്ണ, പാത്രം ചൂടായി, എണ്ണ ഒഴിച്ചു, 2 സ്പൂൺ കടുക് പൊട്ടി. ആദ്യം ഇടേണ്ടത് ഇഞ്ചി. ഇഞ്ചി ഇട്ട് ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ അടുത്തത് സവോള ഇടുക. ഇത് ഏകദേശം 1 കിലോ ഷ്രിമ്പ് വരും. അതിന് 2-3 വലിയ സവോള ചേർക്കാം. ഇനി പച്ചമുളക്. ഈ പച്ചമുളകിൻ്റെ എരിവ് വേണം മുമ്പോട്ട് നിൽക്കാൻ. ഈ മുളക് പൊടി ചേർക്കുന്നുണ്ട്, പക്ഷെ അത് ഒരു കളറിന് വേണ്ടി മാത്രം. ഓക്കെ, ഈ ഉള്ളി ഒന്ന് വാടുന്നപ്പോഴേ ചെടാന്ന് പോയി ചെടാന്ന് വരാം. കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കും. ഇനി ഉപ്പ് ചേർക്കാം ആവശ്യത്തിന്. 1 കിലോ ഷ്രിമ്പിനുള്ള ഉപ്പ്. ആവശ്യത്തിന് 1 കിലോ ഷ്രിമ്പിൻ്റെ മുളക് പൊടി. കളറുള്ള മുളക് പൊടിയാണ് ഏറ്റവും നല്ലത്. കാശ്മീരി ചില്ലി പൗഡർ 2 സ്പൂൺ. ഇനി ടൊമാറ്റോ മിക്സിയിൽ അടിച്ചത് 2 ടൊമാറ്റോ. രണ്ട് രീതിയിൽ ചെയ്യാം. ആദ്യം സവോളയോട് കൂടെ തേങ്ങാക്കൊത്തിടാം, അല്ലെങ്കിൽ രണ്ടാമത് വേറൊരു പാനിൽ വറുത്ത് ചേർക്കാം. ഒത്തിരി വെള്ളം ആകരുത്, കാരണം ഷ്രിമ്പിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയാൽ സകല മസാലയും മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഈ തേങ്ങാക്കൊത്തും ചേർത്ത് ഷ്രിമ്പ് ഇട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റേ എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ബാക്കി എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്യുന്നത്. ഒരുമാതിരിയായി. അപ്പം ഇതിൻ്റെ കൂടെ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഒന്ന് ഇറക്കി കൊടുക്കണം, കാരണം ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതാരോടും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഇത് ഒരു ചെറിയ 1/2 സ്പൂൺ ഷുഗർ, ചെറിയ സ്പൂൺ, സ്വല്പം കുരുമുളക് പൊടി, ബാക്കി കറിവേപ്പില. മസാല ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഷ്രിമ്പ് ഇട്ടാൽ മതി. ഇത്രയും ആകണമെങ്കിൽ 10 മിനിറ്റ് മതി. പിന്നെ അടുത്ത 10 മിനിറ്റ് കൊണ്ട് കറി റെഡി. 10 മിനിറ്റ്. ഇനി ഷ്രിമ്പ് ഇടുക. ഷ്രിമ്പ് ഇതുപോലെ വെള്ളം കംപ്ലീറ്റ് വാർന്ന് വെക്കണം. ഷ്രിമ്പിട്ട് കംപ്ലീറ്റ് ഇളക്കി കറക്റ്റ് 10 മിനിറ്റ്, അതിൽ കൂടാൻ പാടില്ല. സമയം നോക്കുക.
ഓവർ കുക്കായാൽ ഷ്രിമ്പ് റബ്ബർ പോലായി പോകും, പിന്നെ കൊള്ളുക കഴിക്കാൻ. ഓക്കെ, മൂടി വയ്ക്കുക. 10 മിനിറ്റ്. ചെടാന്ന് പോയി ചെടാന്ന് വരാം. കന്നിക്കൊച്ചിന് കല്യാണമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് നേരാണോ? കുഞ്ചപ്പാടത്തെ പൂവിലെ കുഞ്ഞാരപ്പാട്ടൊന്നു പാടാമോ? കായലിനൊക്കെ കണ്ടെത്താമോ? മണത്തിലാണോ നിന്മാരെ കുഞ്ചപ്പാടത്തെ പൂവിലെ? ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ് ആകുന്നു. 1 മിനിറ്റ് കൂടെ ഉള്ളു. അതിന് മുമ്പ് ഒന്നുകൂടെ ഇളക്കി മസാലയെല്ലാം ഒരുപോലെ പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഷ്രിമ്പ് ഇട്ടിട്ട് 10 മിനിറ്റായി കറക്റ്റ്. ഇത് നമ്മൾക്ക് തോന്നും ഇത് വെന്തിട്ടില്ലെന്ന്, പക്ഷേ ഈ വേവിൽ ഓഫ് ചെയ്യണം. ഇത് കറക്റ്റ് വേവായിരിക്കും. അഥവാ ഇനി അതിൽ കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ ഷ്രിമ്പ് റബ്ബർ പോലാവും, പിന്നെ കൊള്ളില്ല. അപ്പം ഈ വേവിൽ തന്നെ ഷ്രിമ്പ് ഓഫ് ചെയ്യണം. സ്റ്റവ് ഓഫ് ചെയ്ത് ഇളക്കി വെക്കാം. അപ്പോൾ ഷ്രിമ്പ് ഈസ് റെഡി. ചൂടോടെ കഴിക്കാം. ട്രൈ ചെയ്യുക. ആ ഷുഗർ ഇട്ടത് വളരെ സീക്രട്ടാണ്, ആരോടും പറഞ്ഞു കൊടുക്കരുത്. കന്നിക്കൊച്ചിന് കല്യാണമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് നേരാണോ? കുഞ്ചപ്പാടത്തെ പൂവിലെ കുഞ്ഞാരപ്പാട്ടൊന്നു പാടാമോ? കായലിനൊക്കെ കണ്ടെത്താമോ? മണത്തിലാണോ പൂവിലെ കുഞ്ഞാരപ്പാട്ടൊന്നു പാടാമോ? കളഞ്ചിലെ തുഴഞ്ഞു വന്നിട്ട് കളവാക്കും നല്ലത് ചൊല്ലിട്ടുണ്ടോ?